Hi friends, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓക്സിജൻ സെൻസറുകളെ കുറിച്ചും ഓക്സിജൻ സെൻസറിന്റെ ഫംഗ്ഷനും ഓപ്പറേഷനും എങ്ങനെയാണെന്നും ഒന്ന് നോക്കാം. നോർമലി എല്ലാവർക്കും ഏകദേശം ഈ സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. എങ്കിലും ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിനും പ്രത്യേകിച്ച് എൻജിൻ ഫെയിലിയറുകൾ ഡയഗ്നോസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഓക്സിജൻ സെൻസറിനെ കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എഗെയിൻ ഓക്സിജൻ സെൻസർ വളരെയധികം ഇലാബറേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാരണം പലതരത്തിലുള്ള ഓക്സിജൻ സെൻസറുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വോൾട്ടേജ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് എന്താണ് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിവുള്ള ആളുകൾക്ക് വളരെ ഭംഗിയായിട്ട് വളരെ പെട്ടെന്ന് ഇത്തരം കംപ്ലൈൻറ്റുകൾ എൻജിൻ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്സിജൻ സെൻസറുടെ ലൊക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സോസ്റ്റ് സർക്യൂട്ടിൽ കാറ്റലറ്റിക് കൺവേർട്ടറിന് മുൻപിലും പിന്നിലുമായിട്ടാണ് ഓക്സിജൻ സെൻസറുകളുടെ സ്ഥാനം. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ ഒറ്റ ഓക്സിജൻ സെൻസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കാലഘട്ടത്തിൽ എമിഷൻ ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കാറ്റലറ്റിക് കൺവേർട്ടറിന്റെ എഫിഷ്യൻസിയും കൂടി കൃത്യമായിട്ട് അറിയേണ്ടതുള്ളതുകൊണ്ട് കാറ്റലറ്റിക് കൺവേർട്ടറിന് മുൻപും കാറ്റലറ്റിക് കൺവേർട്ടറിന് ശേഷവും ഓരോ ഓക്സിജൻ സെൻസർ സാധാരണയായി പിടിപ്പിക്കാറുണ്ട്. കാറ്റലറ്റിക് കൺവേർട്ടറിന് മുൻപിലിരിക്കുന്ന ഓക്സിജൻ സെൻസറെ അപ്സ്ട്രീം അല്ലെങ്കിൽ പ്രീ കാറ്റ് ഓക്സിജൻ സെൻസർ എന്നും കാറ്റലറ്റിക് കൺവേർട്ടറിന് ശേഷം ഇരിക്കുന്ന ഓക്സിജൻ സെൻസറുകളെ ഡൗൺ സ്ട്രീം ഓക്സിജൻ സെൻസർ അല്ലെങ്കിൽ പോസ്റ്റ് കാറ്റ് ഓക്സിജൻ സെൻസർ എന്നും പറയാറുണ്ട്. ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് സാധാരണയായി 2 ഓക്സിജൻ സെൻസർ മതി. എന്നിരുന്നാൽ ഒരു V6 V8 എഞ്ചിൻ ആണെങ്കിൽ അതിന് 2 സെപ്പറേറ്റ് ബാങ്കുകൾ ഉള്ളത് കൊണ്ട് ഓരോ ബാങ്കിനും സെപ്പറേറ്റ് ഓക്സിജൻ സെൻസറുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് 4 ഓക്സിജൻ സെൻസറുകൾ V8 V6 ഉണ്ടായിരിക്കും. അപ്പോൾ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ബാങ്ക് 1 ബാങ്ക് 2 ഓക്സിജൻ സെൻസർ 4 ഉള്ളതുകൊണ്ട് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അതിനെ പറയുന്ന പേരുകളാണ് ഓക്സിജൻ സെൻസറിന് ബാങ്ക് 1 സെൻസർ 1, ബാങ്ക് 1 സെൻസർ 1, B1S1, B1S2, ബാങ്ക് 1 സെൻസർ 2. അതായത് സെൻസർ 1 എന്ന് പറയുന്നത് അപ്സ്ട്രീമും സെൻസർ 2 എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമുമാണ്. അപ്പോൾ 2 ബാങ്കിലും ഇതുപോലെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതാണ് സെൻസർ എന്നുള്ളത്. ഇനി സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഓക്സിജൻ സെൻസർ സിർക്കോണിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന ഓക്സിജൻ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഓക്സിജൻ സെൻസറുകൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ ആവശ്യമാണ്. ഏകദേശം 600 ഡിഗ്രി ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ആവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്സിജൻ സെൻസറിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എക്സോസ്റ്റ് ഗ്യാസിൽ ഉണ്ടാവുന്ന ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ എക്സോസ്റ്റ് ഗ്യാസിൽ ഉണ്ടാവുന്ന ഓക്സിജൻ അളവ് മെഷർ ചെയ്താലുള്ള ഗുണം എന്താണ്? അപ്പോൾ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും എത്രയാണ് എയർ ഫ്യൂവൽ റേഷ്യോ എന്നുള്ളത്. എന്താണ് എയർ ഫ്യൂവൽ റേഷ്യോ? നിങ്ങൾക്കറിയാം, ഒരു ഗ്യാസോലിൻ എഞ്ചിനകത്ത് ഒരു പവർ ഉണ്ടാക്കണമെങ്കിൽ എയറും ഫ്യൂലും കൂടി മിക്സ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ എയറും ഫ്യൂലും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ട് വളരെ ഐഡിയൽ ആയിട്ട് അത് മുഴുവനായിട്ട് ആ ഫ്യൂവല് കത്തണമെങ്കിൽ അതിന് കൃത്യമായ എമൗണ്ടിൽ ഓക്സിജൻ ആവശ്യമാണ് അല്ലെങ്കിൽ എയർ ആവശ്യമാണ്. അങ്ങനെ ഒരു തിയറട്ടിക്കൽ എയർ ഫ്യൂവൽ റേഷ്യോ അല്ലെങ്കിൽ ഒരു ഐഡിയൽ എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് 14.7:1 ആണ്. അതിനെ പറയുന്ന പേരാണ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. അതല്ലെങ്കിൽ പറയാം തിയറട്ടിക്കൽ എയർ റേഷ്യോ അല്ലെങ്കിൽ ഐഡിയൽ എയർ ഫ്യൂവൽ റേഷ്യോ എന്നൊക്കെ പറയും. അതിനെ പറയുന്ന പേരാണ് സ്റ്റോക്കിയോമെട്രിക് റേഷ്യോ. ഈ സ്റ്റോക്കിയോമെട്രിക് റേഷ്യോ 14.7:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ ഫ്യൂവലിനെ മുഴുവനായിട്ട് ഒട്ടും എമിഷൻ ഇല്ലാതെ ഒട്ടും ബാലൻസ് ഇല്ലാതെ കത്തിക്കാൻ 14.7 ലിറ്റർ എയർ വേണം എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഇതാണ് എയർ ഫ്യൂവൽ റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 14.7:1 താഴെയാണ് എയർ ഫ്യൂവൽ റേഷ്യോ എങ്കിൽ അതിനെ നമ്മൾ റിച്ച് മിക്സ്ചർ എന്നും 14.7:1 മുകളിലാണ് എയർ ഫ്യൂവൽ റേഷ്യോ എങ്കിൽ അതിനെ ലീൻ മിക്സ്ചർ എന്നും പറയും. അപ്പൊ ലീൻ മിക്സ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയറിന്റെ അളവ് ആ മിക്സ്ചറിൽ എയറിന്റെ അളവ് കൂടുതലാണ്. അതുപോലെ തന്നെ റിച്ച് മിക്സ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മിക്സ്ചറിനകത്ത് എയറിന്റെ അളവ് കുറവാണ്. ഒരു കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഓക്സിജൻ സെൻസറിന് ഒരിക്കലും ഫ്യൂവൽ എത്രയാണെന്ന് അളക്കാനായിട്ട് സാധിക്കില്ല. ഓക്സിജൻ സെൻസർ അളക്കുന്നത് എന്താണ്? ഓക്സിജന്റെ അളവ് മാത്രമാണ് ഓക്സിജൻ സെൻസർ അളക്കുന്നത്. ഇനി ഓക്സിജൻ സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഓക്സിജൻ സെൻസറിനകത്ത് നമുക്കറിയാം, ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സിർക്കോണിയം ഡയോക്സൈഡ് ആണ്. അതിന്റെ പുറത്തായിട്ട് ഒരു പ്ലാറ്റിനം കോട്ടിങ്ങും 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകളും ഉണ്ടായിരിക്കും. ഈ ഓക്സിജൻ സെൻസറിന്റെ ഒരു ഭാഗം
എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന ലൈനിലേക്കും മറ്റൊരു ഭാഗം അറ്റ്മോസ്ഫിയറിക് എയറിലേക്കുമാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ വയറിംഗ് എല്ലാം കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്സിജൻ സെൻസർ എന്താണ് ചെയ്യുന്നത്? ഈ ഓക്സിജൻ സെൻസറിന്റെ എക്സോസ്റ്റിനകത്തേക്ക് ഇരിക്കുന്ന പോർഷനിൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഹോളുകൾ കാണാം. ഇനി എക്സോസ്റ്റ് ഗ്യാസ് കടന്നു പോകുന്ന സമയത്ത് ഈ ഗ്യാസിൽ ഉണ്ടാവുന്ന ഓക്സിജൻ ആണെങ്കിലും അത് ബേൺഡ് ഗ്യാസ് ആണെങ്കിലും ഇത് ഈ ഹോളിലൂടെ കടന്നു പോവുകയും ആ എക്സോസ്റ്റ് ഗ്യാസിന്റെ ഒരു പോർഷൻ ഈ ഓക്സിജൻ സിലിണ്ടർ ചേമ്പറിലേക്ക് അല്ലെങ്കിൽ ഓക്സിജൻ സെൻസറിനകത്തേക്ക് പോവുകയും ചെയ്യും. ഇനി ഓക്സിജൻ സെൻസറിന്റെ മറ്റൊരു ഭാഗത്ത് എന്താണ് അറ്റ്മോസ്ഫിയറിക് എയർ ആണ് ഉള്ളത്. ഈ അറ്റ്മോസ്ഫിയറിക് എയർ എങ്ങനെയാണ് ഈ ഓക്സിജൻ സെൻസറിനകത്തേക്ക് പോകുന്നത്? പണ്ട് കാലങ്ങളിൽ നമുക്കിവിടെ ഹോളുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ സെൻസറുകളിലെല്ലാം ഈ വയറിനിടയിലുള്ള ഗ്യാപ്പിലൂടെ തന്നെയാണ് ഈ എയർ ഉള്ളിലേക്ക് പോകുന്നത്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ആ ഗ്യാപ്പ് മതി ഈ എയറിനുള്ളിലേക്ക് പോകാനായിട്ട്. ഇനി ഓക്സിജൻ സെൻസർ എന്താണ് ചെയ്യുന്നത്? ഓക്സിജൻ സെൻസർ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് എയറിലും എക്സോസ്റ്റ് ഗ്യാസിലുമുള്ള ഓക്സിജന്റെ അളവിനനുസരിച്ച് ഈ സിർക്കോണിയം ഡയോക്സൈഡിന് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇതൊരു വോൾട്ടേജ് ജനറേറ്റർ ആയിട്ടാണ് വർക്കുന്നത്. പക്ഷെ എത്രമാത്രം വോൾട്ടേജ് ഉണ്ടാക്കാൻ സാധിക്കും? ഇതിനുണ്ടാക്കാൻ പറ്റുന്നത് ഏകദേശം 1 വോൾട്ടിന് താഴെയാണ്. 1 വോൾട്ടിന് താഴെ വോൾട്ടേജ് മാത്രമേ ഇതിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏകദേശം 0.1 to 0.9 വോൾട്ടേജ് ആണ് നോർമലി ഉണ്ടാവുക. ഇതാണ് ഓക്സിജൻ സെൻസറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ഈ വോൾട്ടേജ് ഉണ്ടാക്കുന്നത്. എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിനകത്ത് ഓക്സിജന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം അത് ലീൻ മിക്സ്ചർ ആണ് എന്നുള്ളതാണ്. എക്സോസ്റ്റ് ഗ്യാസിലുള്ള ഓക്സിജന്റെ അളവും അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള ഓക്സിജന്റെ അളവും തമ്മിലുള്ള വ്യത്യാസം കുറവാണെങ്കിൽ, അതായത് ഇവിടെ ലീൻ മിക്സ്ചർ ആണ് വരുന്നതെങ്കിൽ ഓക്സിജൻ സെൻസർ ഉണ്ടാക്കുന്ന വോൾട്ടേജ് എപ്പോഴും കുറവായിരിക്കും. അത് ഏകദേശം 0.123 വോൾട്ടേജ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി ഈ ഗ്രാഫ് നോക്കിയാൽ കാണാം, ലീൻ മിക്സ്ചർ എന്ന് പറയുന്നത് ഏകദേശം കുറഞ്ഞ വോൾട്ടേജ് ആണ്. 0.123 വോൾട്ടേജ് ആണ് ഒരു ലീൻ മിക്സ്ചർ ആയിരിക്കുന്ന സമയത്ത് ഓക്സിജൻ സെൻസർ ഔട്ട്പുട്ട് ആയിട്ട് ഉണ്ടാവും. ഇനി എക്സോസ്റ്റ് ഗ്യാസിൽ ഉണ്ടാവുന്ന ഓക്സിജന്റെ അളവ് കുറവാണെങ്കിൽ ഈ ഓക്സിജനും അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള ഓക്സിജനും തമ്മിലുള്ള അളവിലുള്ള വ്യത്യാസം വളരെ കൂടുതലായതുകൊണ്ട് ഇത് മാക്സിമം വോൾട്ടേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കും. ഹൈ വോൾട്ടേജ് ഉദ്ദേശിക്കുന്നത് എന്താണ്? 0.5 വോൾട്ടേജിന് മുകളിൽ 0.6, 0.7, 0.8, 0.9 വോൾട്ടേജ് വരെ ഉണ്ടാക്കാം. അപ്പൊ 0.5 and above നമുക്ക് കാണാം ഇത് റിച്ച് മിക്സ്ചർ ആണ്. അപ്പൊ ഈ രീതിയിലാണ്, ഈ വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ECM മനസ്സിലാക്കുന്നത് എത്രയാണ് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന്. എന്നാൽ ഈ മുൻകാലഘട്ടത്തിൽ ഈ സിർക്കോണിയം ഡയോക്സൈഡ് ടൈപ്പ് ഓക്സിജൻ സെൻസറിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ആകെ റിച്ചും ലീനും മാത്രമേ കൃത്യമായിട്ട് അറിയാവുള്ളൂ. ഇതിന് ഒരിക്കലും ഇത് എത്രയാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഓക്സിജൻ സെൻസറിന് വർക്ക് ചെയ്യാനുള്ള ആ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 11.8:1 to 17.8:1. ഈ റേഞ്ചിനകത്തുള്ള എയർ ഫ്യൂവൽ റേഷ്യോ മാത്രമേ ഇതിന് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സെൻസറുകളെ പറയുന്ന പേരാണ് നാരോ ബാൻഡ് ഓക്സിജൻ സെൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാരോ റേഞ്ച് ഓക്സിജൻ സെൻസർ എന്നൊക്കെ പറയും. എന്നാൽ പുതുതായിട്ട് വരുന്ന വാഹനങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വൈഡ് റേഞ്ച് അല്ലെങ്കിൽ വൈഡ് ബാൻഡ് ഓക്സിജൻ സെൻസറുകളാണ്. ഇത് വളരെയധികം റേഞ്ച് കൂടുതലാണ്. അതായത് ഈ 11.8:1 എന്ന് പറയുന്നത് 5:1 മുതൽ 20:1, അതായത് എക്സ്ട്രീം ലീൻ മിക്സ്ചർ വരെ കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുന്ന ഓക്സിജൻ സെൻസറുകളാണ് പുതുതായിട്ട് വരുന്ന വാഹനങ്ങളിൽ നമ്മൾ പറയുന്ന വൈഡ് റേഞ്ച് ഓക്സിജൻ സെൻസർ, അല്ലെങ്കിൽ വൈഡ് ബാൻഡ് ഓക്സിജൻ സെൻസർ, അല്ലെങ്കിൽ എയർ ഫ്യൂവൽ റേഷ്യോ സെൻസർ, അല്ലെങ്കിൽ ലാംഡ സെൻസർ എന്നൊക്കെ പറയും. ഇത്തരം സെൻസറുകൾ, ആ സെൻസറുകളെ കുറിച്ച് നമ്മൾക്ക് അടുത്ത ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം അതിന്റെ ഓപ്പറേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇനി ഈ ഓക്സിജൻ സെൻസറിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ECM എയർ ഫ്യൂവൽ റേഷ്യോയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ, നേരത്തെ പറഞ്ഞു, ഓക്സിജൻ സെൻസർ വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു ഒരു ടെമ്പറേച്ചർ ആവശ്യമാണ്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 600 ഡിഗ്രി ഫാരൻഹീറ്റ്, ഏകദേശം 315 to 400 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആവശ്യമാണ്. എന്നാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ടെമ്പറേച്ചർ എടുക്കാനായിട്ട് കുറെ സമയം എടുക്കുന്നത് കൊണ്ട് സാധാരണയായിട്ട് ഓക്സിജൻ സെൻസറുകളിൽ ഒരു ഹീറ്റർ കോയിൽ കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹീറ്റഡ് ഓക്സിജൻ സെൻസർ എന്ന് പറയുന്നത്. ഹീറ്റഡ് ഓക്സിജൻ സെൻസർ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കീ ഓൺ ആക്കുമ്പോൾ തന്നെ ഈ ഹീറ്റിംഗ് കോയിലിലേക്ക് ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്തുകൊണ്ട് ഓക്സിജൻ സെൻസറിനെ വളരെ പെട്ടെന്ന് നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കുക എന്നുള്ളതാണ് ഹീറ്ററിന്റെ ഫംഗ്ഷൻ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കാണാം HO2SB1S1 എന്ന് പറയുന്നത്. ഹീറ്റഡ് ഓക്സിജൻ സെൻസർ ബാങ്ക് 1 സെൻസർ 1 ആണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ സെൻസർ അതിന്റെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തുന്നത് വരെ ഈ ഓക്സിജൻ സെൻസറിന് അല്ലെങ്കിൽ ECUവിന് ഓക്സിജൻ സെൻസറിന്റെ ഫീഡ്ബാക്ക് കിട്ടില്ല. അപ്പോൾ ഓക്സിജൻ സെൻസറിന്റെ ഫീഡ്ബാക്ക് കിട്ടാത്ത സമയത്ത് ECM ഈ ഫ്യൂവൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ തണുത്തിരിക്കുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സ്കാൻ ടൂൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം ഫ്യൂവൽ സിസ്റ്റം ഓപ്പൺ ലൂപ്പ് എഴുതി കാണിക്കും. അതിനർത്ഥം എന്താണ്? ഓക്സിജൻ സെൻസർ അതിന്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫ്യൂവൽ സിസ്റ്റം ഓപ്പൺ ലൂപ്പിൽ നിന്ന് ക്ലോസ് ലൂപ്പിലേക്ക് ആവണമെങ്കിൽ എന്ത് വേണം? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കൂളന്റ് ടെമ്പറേച്ചർ. അപ്പൊ എഞ്ചിൻ കൂളന്റ് ടെമ്പറേച്ചറും ഓക്സിജൻ സെൻസറും വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിയാൽ മാത്രമേ ഫ്യൂവൽ സിസ്റ്റം ക്ലോസ് ലൂപ്പിലേക്ക് ആവുള്ളൂ. ക്ലോസ് ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ സെൻസറിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് കൊണ്ട് ECU എയർ ഫ്യൂവൽ റേഷ്യോയെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ക്ലോസ് ലൂപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഓക്സിജൻ സെൻസറിന്റെ ഫീഡ്ബാക്ക് ഇല്ലാതെ എഞ്ചിൻ തണുത്തിരിക്കുന്ന അവസ്ഥയിലോ അതല്ലെങ്കിൽ സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്ന സമയത്തോ ഈ ഫ്യൂവൽ സിസ്റ്റം ഓപ്പൺ ലൂപ്പ് ആവും. അതായത് ഓക്സിജൻ സെൻസറിന്റെ ഫീഡ്ബാക്ക് ഇല്ലാതെ തന്നെ ECM എയർ ഫ്യൂവൽ റേഷ്യോ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും ഏകദേശം ഒരു ഫിക്സഡ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ റേഷ്യോ ആയിരിക്കും ഉണ്ടാവുക. ഏകദേശം ഒരു റിച്ച് റേഞ്ചിലായിരിക്കും എല്ലാ സമയത്തും ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് ഈ എയർ ഫ്യൂവൽ റേഷ്യോ കൺട്രോൾ ചെയ്യുന്നത്? എയർ ഫ്യൂവൽ റേഷ്യോ കൺട്രോൾ ചെയ്യുന്നത് എയറിനെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക. വേറെ എയറിന് പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നുമില്ല. അത് സമയം നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് ഫ്യൂവലിന്റെ അളവ് കൂട്ടിയും കുറച്ചും കൊണ്ടാണ് എയർ ഫ്യൂവൽ റേഷ്യോയെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ലീൻ മിക്സ്ചർ ആണ്, അതായത് 0.5നും 0.45നേക്കാളും താഴെയാണ് വോൾട്ടേജ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്? ലീൻ മിക്സ്ചർ ആണ്. ലീൻ മിക്സ്ചർ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? അതിനെ റിച്ച് മിക്സ്ചർ ആക്കണം. റിച്ച് മിക്സ്ചർ ആക്കാനായിട്ട് ചെയ്യുന്നതാണ് ഇഞ്ചക്ഷൻ പൾസ് വിഡ്ത്ത് അല്ലെങ്കിൽ ഇഞ്ചക്ടർ ഓൺ ആയിരിക്കുന്ന സമയം കൂട്ടുക എന്നുള്ളതാണ്. ഒരു നോർമൽ ഒരു ഇഞ്ചക്ഷൻ പൾസ് വിഡ്ത്ത് 3 മില്ലി സെക്കൻഡ് ആണെങ്കിൽ നമ്മൾക്ക് അതിനെ റിച്ച് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 4 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 5 മില്ലി സെക്കൻഡ് ഇങ്ങനെ ഇഞ്ചക്ഷൻ ടൈം കൂട്ടിക്കൊണ്ട് കൂടുതൽ ഫ്യൂവലിനെ ഇതിനകത്തേക്ക് കൊടുക്കും. അപ്പോൾ അത് സംഭവിക്കുക, കൂടുതൽ ഫ്യൂവൽ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലീൻ മിക്സ്ചർ എന്നുള്ളത് റിച്ച് മിക്സ്ചർ ആയിട്ട് മാറും. കാരണം എന്താണ്? വോൾട്ടേജ് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡാറ്റ ഓക്സിജൻ സെൻസറിന്റെ ഡാറ്റ നോക്കിയാൽ കാണാം ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 0.1 to 0.9, 0.1, 0.9, 0.1, 0.9, 0.1, 0.9. നമ്മുടെ ഐഡിയ എന്താണ്? നമ്മൾക്ക് ഇതിനെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോഷിയോമെട്രിക് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 0.1 to 0.9 വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര വോൾട്ടേജ് വേണം? ആവറേജ് 0.45 വോൾട്ടേജ് ആണ് വേണ്ടത്. ഈ 0.45 വോൾട്ടേജ് കിട്ടാനായിട്ടാണ് നമ്മൾ റിച്ച് ലീൻ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഫലമായിട്ട് സംഭവിക്കും. ഇതിന്റെ ആവറേജ് ഏകദേശം ഒരു 0.45 വോൾട്ടേജ് അല്ലെങ്കിൽ 14.7:1 എന്ന് പറയുന്ന എയർ ഫ്യൂവൽ റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട് നമുക്ക് എല്ലാ സമയത്തും 14.7:1 എന്ന രീതിയിൽ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്ത പോലെ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഓരോ രീതിയിലും ഓരോ തരത്തിലുള്ള ഡ്രൈവിംഗ് പാറ്റേൺ അനുസരിച്ച് ഫ്യൂവലിന്റെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കേണ്ടതായിട്ട് വരും, ലീനും റിച്ചും ആക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? ഒരു ഫിക്സഡ് ഫ്യൂൽ റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഓക്സിജൻ സെൻസറിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഇഞ്ചക്ഷൻ പൾസ് വിഡ്ത്ത് കൂട്ടുകയും കുറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കൊടുക്കുന്ന ഫ്യൂവലിന്റെ അളവ് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് മറ്റ് 2 ഡാറ്റ കൂടി അറിഞ്ഞിരിക്കണം. അതിനെ പറയുന്ന പേരാണ് ഫ്യൂവൽ ട്രിം. ഫ്യൂവൽ ട്രിം എന്ന് പറയുന്നത് ECUവിന്റെ എയർ ഫ്യൂവൽ റേഷ്യോയെ കൺട്രോൾ ചെയ്യാനുള്ള അബിലിറ്റിയെ പറയുന്ന പേരാണ് ഫ്യൂവൽ ട്രിം. അത് തന്നെ 2 തരത്തിലുള്ള ഫ്യൂവൽ ട്രിം ആണ്, ഷോർട്ട് ടൈം ഫ്യൂവൽ ട്രിം ആൻഡ് ലോങ് ടൈം ഫ്യൂവൽ ട്രിം. ഈ ഷോർട്ട് ടൈം ലോങ് ടൈം ഫ്യൂവൽ ട്രിമുകളെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വളരെ വ്യക്തമായിട്ട് വളരെ വിപുലമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓക്സിജൻ സെൻസറിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ലീൻ മിക്സ്ചർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? അതിനെ റിച്ച് ആക്കാനായിട്ട് കൂടുതൽ ഫ്യൂവൽ കൊടുക്കണം. അങ്ങനെ കൂടുതൽ ഫ്യൂവൽ കൊടുക്കുന്ന സമയത്ത് ഫ്യൂവൽ ട്രിം എന്തായിരിക്കും? ഫ്യൂവൽ ട്രിം പോസിറ്റീവ് ആവും. അപ്പൊ ഫ്യൂവൽ ട്രിം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? സിസ്റ്റം അത് ലീൻ മിക്സ്ചർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിച്ച് ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഓക്സിജൻ സെൻസറിന്റെ ഫീഡ്ബാക്ക് റിച്ച് ആണ് കാണിക്കുന്നതെങ്കിൽ, അതായത് 0.45 വോൾട്ടേജിന് മുകളിലാണ് കാണിക്കുന്നതെങ്കിൽ ആ ECM എന്ത് ചെയ്യും? അതിനെ ലീൻ ആക്കാനായിട്ട് ശ്രമിക്കും. അതിനെ ലീൻ ആക്കുന്ന സമയത്ത് ഈ ഫ്യൂവൽ ട്രിമിൽ എന്ത് സംഭവിക്കും? അത് മൈനസ് വാല്യൂ കാണിക്കും അല്ലെങ്കിൽ -% കാണിക്കും. അപ്പോൾ ഫ്യൂവൽ ട്രിം -% ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? റിച്ച് മിക്സ്ചർ ആണ് അതിനെ ലീൻ ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഫ്യൂവൽ ട്രിം പ്ലസ് ആണെങ്കിൽ എന്ത് മനസ്സിലാക്കാം, ലീൻ മിക്സ്ചർ ആയിരുന്നു, അതിനെ റിച്ച് ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, ഓക്സിജൻ സെൻസറിന്റെ ഫീഡ്ബാക്ക് എല്ലാ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 0.9 വോൾട്ടേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താർത്ഥം, ഇതിനകത്ത് എല്ലാ സമയത്തും റിച്ച് മിക്സ്ചർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും റിച്ച് മിക്സ്ചറിനുള്ള കാരണം? അതുപോലെ തന്നെ 0.1 വോൾട്ടേജ് 0.2 വോൾട്ടേജിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താർത്ഥം, ലീൻ മിക്സ്ചർ ആണ്. എന്തുകൊണ്ട് ഇത് ലീൻ ആയിരിക്കുന്നു? അപ്പോൾ ലീൻ മിക്സ്ചർ ആവുന്നതിനും റിച്ച് മിക്സ്ചർ ആവുന്നതിനും ഉള്ള കാരണം എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ലീൻ മിക്സ്ചറുകൾക്കുള്ള അല്ലെങ്കിൽ ലീൻ മിക്സ്ചറിനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. എയർ ലീക്ക്, വാക്വം ലീക്ക്, ഡർട്ടി MIF സെൻസർ, എക്സോസ്റ്റ് ലീക്ക്, കംപ്രഷൻ, ഇപ്പോൾ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കുക, അതല്ലെങ്കിൽ ഫോൾട്ടി ഓക്സിജൻ സെൻസർ, ഇതെല്ലാം ലീൻ മിക്സ്ചർ എയർ സൈഡിൽ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. ഇനി ഫ്യൂവൽ സൈഡിൽ ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാണ്? ലോ ഫ്യൂവൽ പ്രഷർ. അത് ചിലപ്പോൾ ഫ്യൂവൽ പമ്പ് വീക്ക് ആയതുകൊണ്ടായിരിക്കാം, റെസ്ട്രിക്റ്റഡ് ഫ്യൂവൽ ലൈൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂവൽ പമ്പിനകത്തുള്ള ഫ്യൂവൽ പ്രഷർ റെഗുലേറ്ററിന്റെ കംപ്ലൈന്റ് ആയതുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടാവും. അതുപോലെ തന്നെ ഡർട്ടി അല്ലെങ്കിൽ ബാഡ് ഇഞ്ചക്ടർ ആയിരിക്കും, ഫ്യൂവൽ ഇഞ്ചക്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലും ലീൻ മിക്സ്ചർ ആവാം. അതുപോലെ തന്നെ ഇഗ്നീഷൻ സ്പാർക്ക് പ്ലഗ് പ്രോപ്പറായിട്ട് വർക്ക് അല്ലെങ്കിൽ പ്രോപ്പർ ഇഗ്നീഷൻ ഇല്ലെങ്കിലും ലീൻ മിക്സ്ചർ ആവാം. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, പലപ്പോഴും നമ്മൾക്ക് ഡൗട്ട് ഉണ്ടാവും, എഞ്ചിൻ മിസ് ഫയർ സംഭവിക്കുന്ന സമയത്ത്, പ്രോപ്പറായിട്ട് ഫയറിങ് നടക്കാത്ത സമയത്ത് ഓക്സിജൻ സെൻസറിന്റെ റീഡിങ് എന്തായിരിക്കും, റിച്ച് ആയിരിക്കും ലീൻ ആയിരിക്കും? പലപ്പോഴും പറയാൻ നമ്മൾ റിച്ച് ആയിരിക്കും. കാരണം എന്താണ്, ഫയറിങ് നടന്നില്ലെങ്കിൽ ഫ്യൂവൽ കൂടുതലായിരിക്കുമല്ലോ. പക്ഷെ അറിഞ്ഞിരിക്കേണ്ടത്, ഓക്സിജൻ സെൻസർ അളക്കുന്നത് ഫ്യൂവലിന്റെ അളവല്ല, ഓക്സിജൻ അളവാണ്. മിസ് ഫയറിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫയറിംഗ് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ നോർമലി എന്തായിരിക്കും, അത് എപ്പോഴും ലീൻ ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ലീൻ ആയിട്ടുള്ള ഈ ഇത്രയും കാരണങ്ങൾ ചെക്ക് ചെയ്താലാണ് എന്തുകൊണ്ട് ലീൻ ആണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇത് ഓരോന്നും ചെക്ക് ചെയ്യാനായിട്ട് ഓരോ ടെക്നിക്കുകൾ ഉണ്ട്, അത് നമ്മൾക്ക് വരുന്ന വീഡിയോകളിൽ മനസ്സിലാക്കാം. പുതുതായി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത് റിച്ച് ആവാനുള്ള കാരണം എന്തൊക്കെയാന്ന് നോക്കാം. റിച്ച് എയർ ഫ്യൂൽ മിക്സ്ചറിനുള്ള മറ്റുള്ള കാരണങ്ങൾ നോക്കാം. MIF, ഫോൾട്ടി ആയിട്ടുള്ള MIF, അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എയർ ഫിൽറ്റർ, എഞ്ചിൻ മെക്കാനിക്കൽ സൈഡിലുള്ള കംപ്ലൈൻസ്, അതുപോലെ എക്സോസ്റ്റ് റെസ്ട്രിക്റ്റഡ് ആവുക, ഫ്യൂവൽ സൈഡിലാണെങ്കിൽ ലീക്കിംഗ് ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ്, ബാഡ് ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ, അതല്ലെങ്കിൽ വളരെ ഹൈ ഫ്യൂവൽ പ്രഷർ, ഒപ്പം തന്നെ EVAP ഇവാപ്പറേറ്റർ ഫ്യൂവൽ സിസ്റ്റം ുള്ള ലീക്ക് തുടങ്ങിയ കാരണങ്ങളാണ് സാധാരണഗതിയിൽ റിച്ച് മിക്സ്ചർ ഉണ്ടാവാനുള്ള കാരണം. ഇനി അപ്പോൾ ഓക്സിജൻ സെൻസറിന്റെ വോൾട്ടേജ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം, എന്താണ് റിച്ച് അല്ലെങ്കിൽ എന്താണ് ലീൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ റിച്ച് ആണോ ലീൻ ആണോ എന്ന് അറിയുന്നതിന്റെ ഫലമായി കൊണ്ട് നമുക്ക് ഏതൊക്കെ കാരണങ്ങളാണ് ഈ റിച്ചും ലീനും ഉണ്ടാവാനുള്ളത് എന്ന് അറിഞ്ഞിരുന്നാൽ പ്രോപ്പറായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഷോർട്ട് FT, ലോങ് FT കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്സിജൻ സെൻസർ, ഡൗൺ സ്ട്രീം ഓക്സിജൻ സെൻസറിന്റെ ഫംഗ്ഷൻ എന്താണ്? കാറ്റലൈറ്റിക് കൺവെർട്ടറിന് ശേഷം ഒരു ഓക്സിജൻ സെൻസർ പിടിപ്പിക്കാനുള്ള കാരണം കാറ്റലൈറ്റിക് കൺവെർട്ടറിന്റെ എഫിഷ്യൻസിയെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതാണ്. ഓക്സിജൻ സെൻസർ, അപ്സ്ട്രീം ഓക്സിജൻ സെൻസർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഇതിന്റെ സ്വിച്ചിങ് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, 0.1 to 0.9. എന്നാൽ ഡൗൺ സ്ട്രീം ആവുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 0.45 വോൾട്ട്. അതുകൊണ്ട് തന്നെ ഡൗൺ സ്ട്രീം ഓക്സിജൻ സെൻസർ അപ്സ്ട്രീം ഓക്സിജൻ സെൻസറിനെ പോലെ ഇതുപോലെ ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല. അതൊരു നോർമൽ സ്ട്രേറ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും, ഏകദേശം 0.5 വോൾട്ടേജ് അല്ലെങ്കിൽ 0.45 വോൾട്ടേജ്. ഈ 0.45 അല്ലെങ്കിൽ 5 വോൾട്ടേജ് പോലെയുള്ള വോൾട്ടേജ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കാറ്റലൈറ്റിക് കൺവെർട്ടർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതേസമയം ഡൗൺ സ്ട്രീം ഓക്സിജൻ സെൻസർ അപ്സ്ട്രീം ഓക്സിജൻ സെൻസറിനെ പോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേരിയബിൾ ആയിട്ട് സ്വിച്ച് ആവുകയോ അതല്ലെങ്കിൽ വളരെ ഹൈ വോൾട്ടേജിലോ അല്ലെങ്കിൽ ലോ വോൾട്ടേജിലോ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കാറ്റലൈറ്റിക് കൺവെർട്ടറിന്റെ എഫിഷ്യൻസിയുടെ ഒരു DTC ലോഗിൻ ചെയ്യും. അത് നമുക്ക് കാണാം, കാറ്റലൈറ്റിക് കൺവെർട്ടർ ബിലോ ത്രഷോൾഡ് അല്ലെങ്കിൽ എബോ ത്രഷോൾഡ് എന്നൊക്കെ പറയുന്ന DTCകൾ കാണാം. ഓക്സിജൻ സെൻസറിന് ഒരുപാട് DTCകൾ ഉണ്ട്. അപ്പോൾ
ഇങ്ങനെ ഈ ഓക്സിജൻ സെൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വൈഡ് റേഞ്ച് എയർ ഫ്യൂവൽ റേഷ്യോ സെൻസറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഷോർട്ട് FT ആൻഡ് ലോങ് FT അല്ലെങ്കിൽ ഫ്യൂവൽ ട്രെൻഡിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.